ദോശ നമുക്കെന്നും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണല്ലേ. എന്നാൽ ഇത് സാധാ ദോശയല്ല കേട്ടോ, ഇതൊരു വെറൈറ്റി ദോശയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഉലുവ ദോശ എന്ന് പറയും. വെറും ഉലുവ ദോശയല്ല, ഇതൊരു സ്പെഷ്യൽ ഉലുവ ദോശയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഇത് എത്ര കഴിച്ചാലും മതി വരികയുമില്ല, അത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ദോശയാണ്. ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് പച്ചരിയാണ് കേട്ടോ, ഉലുവ ദോശയ്ക്ക് ഇടേണ്ടത് പച്ചരിയാണ്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. 3-4 മണിക്കൂറോളം കുതിർക്കാൻ വയ്ക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം എഗെയിൻ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനിതാ മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പാണ് ഇപ്പോൾ ചെറുതായിട്ട്, അപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നാളെ രാവിലെ കുക്ക് ചെയ്യുന്നുള്ളൂ. വൈകുന്നേരം അരച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഇതാ രാവിലെ എടുത്തിട്ട് നോക്കുമ്പോഴേക്ക് അത് ശരിക്കും ഒന്ന് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ദോശയുടെ മാവൊന്ന് ജസ്റ്റ് ഒന്ന് പുളിച്ചാൽ മാത്രമേ, അത് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ വെള്ളം പോരാ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് ഉണ്ടാക്കി നോക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ദോശക്കല്ല് കുറച്ച് കുണ്ടുള്ള ടൈപ്പ് ദോശക്കല്ല് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നടുവിത്തിരി കനത്തിലിരിക്കണം, അങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുക. മുമ്പൊക്കെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാറെന്നാണ് അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ദോശ ഉണ്ടാക്കുന്നത് കുറച്ച് കനത്തിലാണ് ഉണ്ടാക്കുക, ഒരുപാട് തിന്നായിട്ടല്ല ഉലുവ ദോശ ഉണ്ടാക്കുക. ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. നല്ലോണം എണ്ണയും ഒഴിക്കണം ഉലുവ ദോശയ്ക്ക്, അപ്പോഴാണ് ഉലുവ ദോശ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ സൈഡൊക്കെ കുറച്ചൊന്ന് ക്രിസ്പി ഉണ്ടാവും, നടുവ് നല്ല പത് എന്നുണ്ടാവും കേട്ടോ. ഈ ഉലുവ ദോശയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കഴിച്ചാലും വയറ് നിറയില്ല കേട്ടോ. അങ്ങനെയാണ്. ഇപ്പം ഇതാ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ദോശ. നല്ല ഇതിൻ്റെ മണമാണ് കേട്ടോ എടുത്ത് പറയേണ്ട ഒരു ഐറ്റം. അപ്പം ഞാനിതാ ഉലുവ ദോശയൊക്കെ റെഡി. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ തൈരിലിട്ട മുളകാണ് ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് തൈരിലിട്ട മുളകിനെ വറുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് അതിന് നല്ലത് കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെ മണമാണ്. ഇതിനെ ഒന്ന് ഇതുപോലെ തൈരുമുളകിനെ ഒന്ന് ഉടയ്ക്കുക വറുത്തതിനെ. ഇനി അതിലേക്ക് ഉപ്പ് വേണമെങ്കിലിടാം. ഈ മുളകിൽ നല്ലവണ്ണം ഉപ്പുണ്ടായിരുന്നു. ഇനി കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, വറുത്ത വെളിച്ചെണ്ണ ആണെങ്കിൽ അതാ ടേസ്റ്റ്, അതല്ലെങ്കിൽ നോർമൽ വെളിച്ചെണ്ണ ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതും ഉലുവ ദോശയും കൂടി കഴിച്ചാൽ സൂപ്പറാന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതല്ലാതെ ഈ തൈര് മുളകിനെ നമുക്ക് തൈരിൽ മിക്സ് ചെയ്തിട്ടും കഴിക്കാം, അതും നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ തൈരിൽ കാന്താരി മുളക് ചേർത്തിയതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉലുവ ദോശ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.